ഇപ്പോൾ അഭിമന്യു കൊല്ലപ്പെട്ടതിന് തൊട്ട് പിറ്റേന്നാൾ ദേശാമാനി പത്രത്തിൽ വന്ന അതിന്റെ മുഖപ്രസംഗത്തിൽ ഏറ്റവും ഒടുവിലത്തെ ഗംഭീര മുഖപ്രസംഗം അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഈ തെമ്മാടിക്കൂട്ടങ്ങളെ ഇനിയും കൊലക്കത്തിയെടുക്കാൻ ഇനി ഒരു അഭിമന്യുവും ഈ നരാധമന്മാരുടെ കത്തുമുനിയിൽ പിടയില്ല എന്നുറപ്പാക്കാൻ ഇന്നാട്ടിൽ സമാധാനം കാത്തുരക്ഷിക്കാനുള്ള ഏക വഴി. അഭിമന്യു രക്തസാക്ഷിത്തിന് മുന്നിൽ മുഷ്ടി ചുരുട്ടി ഓരോരുത്തർക്കും എടുക്കാനുള്ള പ്രതിജ്ഞ വർഗീയതയ്ക്കും തീവ്രവാദത്തിനുമെതിരായ പോരാട്ടത്തിൽ തളരാതെ പതരാതെ മുന്നിൽ നിൽക്കും എന്ന് തന്നെയാണ് ദേശാമാനിയുടെ ആ മുഖപ്രസംഗമാണ്. നേരത്തെ ദിലീപേട്ടൻ മറ്റേ PDP EMS കാര്യം പറഞ്ഞു. എസ് കെ നായനാർ സർക്കാരിന്റെ 4ാം വർഷം പൂർത്തിയാക്കുന്ന കൈപ്പുസ്തകം PR ഒരു കൈപ്പുസ്തകം ഇറക്കി. ആ കൈപ്പുസ്തകത്തിൽ ആഭ്യന്തര വകുപ്പിന് നേട്ടമായി പറഞ്ഞൊരു കാര്യം പറയാം. കോയമ്പത്തൂരിലുണ്ടായ സ്ഫോടനവും തുടർന്നുണ്ടായ സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ മദനി ഉൾപ്പെടെയുള്ള പ്രതികളെ തമിഴ്നാട് പോലീസിന് കൈമാറി. അന്ന് PRD കൈപ്പുസ്തകത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പിന് നേട്ടമായി അബ്ദുൽ നാസർ അതിന് ഇവിടുന്ന് പിടിച്ചു കൊടുത്ത കാര്യം എഴുതി വെച്ചതാണ്. അപ്പോൾ അങ്ങനെ തരാതരം അപ്പോൾ ഈ പറയുന്ന PDPയുടെയും ഈ പറയുന്ന STPയുടെയും ഒക്കെ വോട്ട് 3ാം വഴിത്തിലുള്ള യാത്രയിൽ ഞങ്ങളുടെ പെട്ടിയിലേക്ക് വീണോട്ടെ എന്ന നേതാക്കളുടെ കൃത്യമായ പ്രതീക്ഷ, ആഗ്രഹം ഈ പറയുന്ന അഴകുഴമ്പൻ നിലപാടിൽ പ്രകടവുമാണ്. എസ് കെ ഇന്നിപ്പോൾ നേരത്തെ അസ്ത പറയുന്നുണ്ടായിരുന്നു, ഈ ലത്തീഫ് അവിടെ ഇരുന്ന് കോൺഗ്രസിലെ വൈരുദ്ധ്യം അങ്ങനല്ല, അയാൾ പറഞ്ഞ കോൺഗ്രസിലെ വൈരുദ്ധ്യം പറയാനായിരുന്നില്ല. അയാൾ പറഞ്ഞത് അയാളുടെ സംഘടനയെ ഈ എന്തോ മാരക സാധനമാണെന്ന് പറയണം. അയാൾ പറയാൻ ഞങ്ങൾക്ക് ഇഷ്ടംപോലെ കേഡർ വോട്ടുണ്ട്, ഞങ്ങൾ ഗതി നിർണ്ണയിക്കാൻ പോകുന്ന പ്രസ്ഥാനം. എസ് കെ ഇത് പറയാൻ ആരാണ് എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ ഭരണം ആര് പിടിക്കും ഞങ്ങൾ തീരുമാനിക്കും പറഞ്ഞാൽ ഇയാൾ ആരാണ്? വീട്ടിൽ പോയി പറ എന്ന് പറയേണ്ടതിന്റെ ആദ്യ ഉത്തരവാദിത്തം എസ് ഇടതുപക്ഷത്തിലാണ്. ആ ഇടതുപക്ഷമാണ് ഈ പറയുന്ന അക്കാദമികമായ എന്തൊക്കെ ബ്ലാ പറഞ്ഞുകൊണ്ട് അവരെ സൈദ്ധാന്തികവൽക്കരിക്കുന്നത്. അവർക്ക് ഈ കേരളത്തിന്റെ മണ്ണിൽ സാധുവനുണ്ട്. എസ് കെ നോക്കൂ, ഇവിടെ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ STP വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് കോൺഗ്രസ് എന്തെങ്കിലും പറ്റി? ഒന്നും പറ്റിയില്ല. വലിയ ജയം അവിടെ ഉണ്ടായി. പാലക്കാട് പറഞ്ഞു വർഗീയ വോട്ട് ഞങ്ങൾക്ക് വേണ്ട, അവിടെ എന്തുകൊണ്ടാണ് ചരിത്ര ഭൂരിപക്ഷം? എസ് കെ വടകരയിൽ ഷാഫി പറമ്പിൽ പറഞ്ഞു, എന്ത് പറഞ്ഞു? ഞങ്ങൾക്ക് STPയുടെ വോട്ട് വേണ്ടെന്ന് മാത്രമല്ല, രാജ്യത്തിന്റെ മതേതര മൂല്യങ്ങൾ ഉറച്ചു വെച്ചിരുന്ന വോട്ട് മാത്രം ഞങ്ങൾക്ക് മതി എന്ന് ഉറച്ചു പറഞ്ഞു. വടകരയിൽ ഷാഫിയുടെ ഈ ഭൂരിപക്ഷം എന്തെങ്കിലും സംഭവിച്ചോ? ഒന്നും സംഭവിച്ചില്ല. അതുകൊണ്ട് ഇവർ പറയുന്നത് വെറുതെയാണ്. വെള്ളാപ്പള്ളി പറയുന്ന ഇവർ പറയുന്നത് വെറുതെയാണെന്ന എന്ന് മുഖമടച്ച് മറുപടി കൊടുക്കേണ്ട ആദ്യ ഉത്തരവാദിത്തം എസ് കെ LDFനാണ്. ശരിയാണ്, ഒരു നിർണായകമായ തെരഞ്ഞെടുപ്പാണ്. ഈ ഓരോ വോട്ടും നിർണായകമാണ്. ഓരോ വോട്ടും നിർണായകമായ തെരഞ്ഞെടുപ്പിൽ 10,000 വോട്ടെങ്കിലും മിനിമം വോട്ടുണ്ടെന്ന് അവർ പറയുന്നത് ശരിയാണെങ്കിൽ VDC എടുക്കുന്ന എന്താണ് ആ നിലപാട് ഒരു റിസ്ക്കുള്ള നിലപാടാണ്. പക്ഷെ അതിനേക്കാൾ ഉപരി എസ് കെ ഈ പറവൂരിൽ VD സതീശനെ ആ പറവൂരിൽ കുഴിച്ചു മൂടും എന്ന പ്രഖ്യാപനത്തിൽ STP സ്ഥാനാർത്ഥിയുണ്ട്. VD സതീശനെ തോപ്പിക്കാൻ RVയും RSSും ഉണ്ട്. അവിടെ NSSും അവിടെ വെള്ളാപ്പള്ളി നടേശനും ഉണ്ട്, LDFും ഉണ്ട്. അപ്പോൾ എല്ലാ ശക്തികളും കൂടി ഒരു വ്യക്തിക്കെതിരെ നിൽക്കുമ്പോൾ പറവൂരിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് കൂടി വോട്ടുണ്ട് പോലുള്ള ആകാംക്ഷയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.